തനിക്കും ടി.എൻ. പ്രതാപനും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ സ്വകാര്യ വാർത്താ ചാനൽ വ്യാജ വാർത്ത ചമച്ചു എന്നാരോപിച്ച് മുൻ എം.എൽ.എ. അനിൽ അക്കര വ്യാജ വാർത്ത നൽകിയതിനെതിരെ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയെന്നും അനിൽ അക്കര അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കോൺഗ്രസിന്റെ ദയനീയ തോൽവിക്ക് പിന്നിൽ ടി.എൻ. പ്രതാപനും അനിൽ അക്കരയും അടങ്ങുന്ന സംഘമാണെന്ന് കെ.പി.സി.സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയെന്നും അന്നത്തെ ഡി.സി.സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, യു.ഡി.എഫ് കൺവീനർ എം.പി. വിൻസെന്റ്, ടി.എൻ. പ്രതാപൻ, അനിൽ അക്കര എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു എന്നുമായിരുന്നു വാർത്ത. എന്നാൽ ഇത്തരമൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന കെ.സി. ജോസഫുമായി താൻ നേരിട്ട് സംസാരിച്ചെന്നും അനിൽ അക്കര വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. സ്വകാര്യ വാർത്താ ചാനൽ തനിക്കും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ വ്യാജ വാർത്ത ചമക്കുകയാണെന്നും അനിൽ അക്കര ആരോപിച്ചു. ഈ വാർത്ത തെറ്റാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും അനിൽ അക്കര തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് രാവിലെ മുതൽ 24 ന്യൂസ് ചാനൽ എനിക്കെതിരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെയും വ്യാജ രേഖയും വ്യാജ വാർത്തയും ഉണ്ടാക്കി കെ.പി.സി.സിയെയും എന്നെ വ്യക്തിപരമായും സമൂഹത്തിൽ അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള വ്യാജമായ വാർത്ത രാവിലെ മുതൽ സംപ്രേഷണം ചെയ്യുകയാണ്. ശ്രീകണ്ഠൻ നായരും അതുപോലെ തന്നെ അശ്വിൻ പാലാഴിയും ദിലീപ് കുമാറും ഈ 3 പേരും ചേർന്നുകൊണ്ടാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ആ വാർത്തയിൽ പറയുന്നത് തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ടി.എൻ. പ്രതാപൻ, ജോസ് വള്ളൂർ, എം.പി. വിൻസെന്റ്, അനിൽ അക്കര എന്നീ 4 പേർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് പറയുന്നത്. അതിനകത്ത് കരുവന്നൂർ ബാങ്ക് ഇടപാടും തുടങ്ങിയ വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ആ വാർത്ത എല്ലാവരും കണ്ടാൽ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ഈ വാർത്ത കണ്ട ഉടനെ തന്നെ ഈ അന്വേഷണ കമ്മീഷൻ അംഗമായ കെ.സി. ജോസഫ് എന്നെ നേരിട്ട് വിളിക്കുകയും ഈ വാർത്ത പൂർണ്ണമായി വ്യാജമാണെന്നും ഈ വാർത്ത 24 ചാനൽ ഉണ്ടാക്കിയ വ്യാജ വാർത്തയാണെന്നും വ്യാജരേഖ ചമച്ച് ക്രിമിനൽ ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ വാർത്തയാണെന്നും അന്വേഷണ കമ്മീഷൻ്റെ ഏറ്റവും തലമുതിർന്ന അംഗം കൂടിയായ കെ.സി. ജോസഫ് എന്നെ ഫോണിൽ വിളിച്ച് പറയുകയും എനിക്ക് വാട്സപ്പിൽ ഇത് ഫേക്കാണ് എന്ന് പറഞ്ഞുള്ള മെസ്സേജ് നിന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഇത് പൂർണ്ണമായും വ്യാജമാണ്. ശ്രീകണ്ഠൻ നായരും അശ്വിൻ പാലാഴിയും ദിലീപ് കുമാറും ചേർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെയും എന്നെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ വാർത്തയാണ്. ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ. ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കാഷ്വാലിറ്റി, ഫാർമസി, ഇ.സി.ജി, ആംബുലൻസ്, നഴ്സിംഗ് സേവനങ്ങൾ 24 മണിക്കൂറും ലഭിക്കുന്നു. എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട. ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം. ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൽ ഉണ്ട്. റൈഗൽ മെഡിക്കെയർ ഹോസ്പിറ്റൽ, കോസ്മോ ബിൽഡിംഗ്, മുത്തുള്ളിയാൽ. For enquiries and bookings, contact 7994223356, 7994423356.